അടുക്കളത്തോട്ടത്തിലെ ചീരയാണ്. ചീര ഉണ്ടായി. പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ വിത്തുകളാണ്. ആ വിത്ത് മുളപ്പിച്ച് തയ്യാക്കി. ഇതാ ഈ തയ്യായി. ഇതിൽ നിന്ന് പറിച്ച് ഓരോ ഗ്രോ ബാഗ് വാങ്ങി കവറിൽ നിറക്കും. അതിൽ നിന്നിപ്പോൾ ഞങ്ങൾക്ക് ഒരു ദിവസത്തെ കറിക്കുള്ളത് കിട്ടി. നിങ്ങളും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കൂട്ടാ. ഞങ്ങളുടെ അടുക്കളത്തോട്ടത്തിൽ തക്കാളി ഉണ്ടായി. തക്കാളി ഉണ്ടായി. പിന്നെ വെണ്ട, കുറേ വെണ്ട പൊട്ടിച്ച് കഴിഞ്ഞ് ഇപ്പോൾ വെണ്ട ഉണ്ടാവണു. പിന്നെ അതാ മുളക് ഉണ്ടായി വരുന്നുണ്ട്. കുറേ വെണ്ട അതുകൊണ്ടൊക്കെ ഉണ്ടായി. ഇതാ തക്കാളി, ഇത്രയും തക്കാളി ഉണ്ടായി ഞങ്ങൾക്ക്. തക്കാളി ഇതിൽ മുളക് ഇതാ പൂവിട്ട് തുടങ്ങി. മുളക് കായ്ക്കാറായി തുടങ്ങി. ഇത് ചെറിയ മുളകുകളൊക്കെ ഉണ്ടാവുന്നുണ്ട്. വഴുതന ഇതാ പൂവിട്ട് തുടങ്ങി. വെണ്ട, മുളക് തൈകൾ ഒക്കെ ഉണ്ടായി. പിന്നെ ഇതാ വെള്ളരി. വെള്ളരിയുടെ മുകളിൽ ഇതാ ചെറിയ പൂവിൽ ഉണ്ടായി തുടങ്ങി. കണ്ടോ? പിന്നെ ഇതാ വാട്ടർമെല, ചക്കരമത്ത, മലയാളത്തിൽ പറയാൻ ചക്കരമത്ത. ഇതാ ഉണ്ടാവണ് രണ്ടെണ്ണം. ഒന്നും കൂടി ഉണ്ട് ഇവിടെ. നന്നായി. പിന്നെ വഴുതന വെള്ളം നനയ്ക്കാനായിട്ടേ ഉയരത്തല്ലേ, വെള്ളം നനയ്ക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടൊന്ന് വാടി കുമ്പളം ഇതാ പടർന്നു വരുന്നുണ്ട്. പിന്നെ പയർ ഉണ്ട്. പിന്നെ ഇതാ വെള്ളരി പടർന്നു വരുന്നുണ്ട്. പിന്നെ ഇതാ ഒരു മത്തങ്ങ ഉണ്ടായി. പ്രാവശ്യത്തെ വേനലിൽ മത്ത കൃഷി ചെയ്തതിൽ ഒരു മത്തങ്ങ ഉണ്ടായി. ഇതാ ഒരു മത്തങ്ങ. ഇതാ മുളക് ചൂടാറായി തുടങ്ങുന്നു. മഴ ഉണ്ടാവാൻ തുടങ്ങണുള്ളൂ. പൂക്കളുണ്ട്. എന്താ മുളകിന് പൂക്കൾ വരുന്നുള്ളൂ. തക്കാളി ഇതാ പൂക്കളായിട്ട് വരുന്നു. പിന്നെ ചെറുത് ഇതാ തക്കാളി ഉണ്ടായി വരുന്നു. തക്കാളി. പിന്നെ ഇതാ വഴുതന പൂക്കൾ മുട്ടിടുന്നുണ്ട്. വഴുതന കായ്ക്കാൻ വേണ്ടിയിട്ട്. ഇതാ ഒരു വഴുതന ഇതാ പൂവായി. കണ്ടോ? എന്താ ഇത് വഴുതന. നല്ല പയർ. ഇതാ വേനൽക്കാലത്തെ പയർ. ഇതാ ഇതിന് മുളയൊക്കെ ഉണ്ട് പയർ. ഞങ്ങൾ ഓല അങ്ങനെ കെട്ടിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഉണ്ടായതാണ് പയർ. എന്താ ഇത്രയൊക്കെ ഉണ്ട്. മീറ്റർ പയർ സൂറത്തിന് പോയപ്പോൾ ഞങ്ങൾ വിത്ത് മേടിച്ചതാണ്. വിത്ത് മേടിച്ചിട്ട് ഇങ്ങനെ കുത്തിയിട്ടിട്ട് തയ്യായതാണ്. പിന്നെന്താ കുറേയൊക്കെ ഞങ്ങൾ പൊട്ടിച്ച് ഉപ്പേരിക്കുള്ളത്